കാലമേ തെളിയിക്കുമോ അല്ലെ പിറക്കുമോ അവതാരം ഇഷ്ടപ്പെട്ടില്ലായിരുന്നു. ആ സ്റ്റോറി നമുക്കൊന്നും മനസ്സിലായില്ലായിരുന്നു. വാക്കുകളില്ല പറയാൻ. ഐ തിങ്ക് പുള്ളിക്കാരൻ അങ്ങ് ടോട്ടലി ഫ്രീ ആക്കിയിരിക്കുകയാണ് ഇപ്പോൾ. എന്നുവെച്ചാൽ ഒരു ഏജ് എത്തിയപ്പോൾ നൗ ഹി ഈസ് റെഡി ടു എക്സ്പെരിമെന്റ്, എന്തും എക്സ്പെരിമെന്റ് ചെയ്യും. അപ്പോൾ നമുക്ക് കിട്ടുന്നത് ഭയങ്കര പ്രഷ്യസ് ആയിട്ടുള്ള മൂവീസ് ആണ്. സോ ഐ തിങ്ക് ഹി ഈസ് ഗോയിങ് ടു വൺ ഓഫ് ദ ബെസ്റ്റ് ഫേസസ് ഓഫ് ഹിസ് ലൈഫ് ആസ് എൻ ആക്ടർ. മുത്തശ്ശി കഥ എന്നൊക്കെ പറഞ്ഞ് ചില പടങ്ങൾ ഇറക്കിയല്ലോ, ഇതാണ് മുത്തശ്ശി കഥ. മമ്മൂക്കെ പോലൊരു നടൻ ഇങ്ങനെ ഒരു റോളൊക്കെ ചെയ്യുന്നത് ഞാൻ കൂടുതൽ പറയുന്നില്ല, സമ്മതിച്ചേ പറ്റുള്ളൂ. വേറൊരു നടന്മാരും ചെയ്യില്ല, ഇത്രയും സ്റ്റാർ വാല്യൂ ഉള്ള ഒരു നടന്മാരും ചെയ്യില്ല. Genuinely one of the best modern Malayalam cinema has to offer. ഞാൻ ശരിക്കും പറഞ്ഞാൽ I did not expect anything like this. I'm so happy because I was kind of losing hope in Malayalam cinema. പക്ഷേ just the performance, the sound design, the direction, the lighting was beautiful. It was beautiful. I almost wanted to cry. It was so good. ശരിക്കും ഞാൻ മമ്മൂട്ടിയിലെ നടനെ പുള്ളിക്കാരൻ തന്നെ ചാലഞ്ച് ചെയ്യുന്ന കൈൻഡ് ഓഫ് ക്യാരക്ടേഴ്സാണ് ഇപ്പോൾ ചെയ്യുന്നത്. സോ അങ്ങനെ ഒരു ക്യാരക്ടർ. പിന്നെ ബാക്കി രണ്ടുപേരും സിദ്ധാർത്ഥ് പിന്നെ അർജുൻ, അവരും ശരിക്കും കട്ടയ്ക്ക് നിന്ന് ചെയ്തിട്ടൊരു മൂവി കേട്ടോ. ശരിക്കും what I want to say is don't miss this incredible മൂവിയാണ്. മിസ് ചെയ്യരുത്, കാണണം. ഓക്കെ, സംഗതി എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് ക്യാരക്ടേഴ്സ് തമ്മിലുണ്ട്. സിദ്ധാർത്ഥ് ഭരന്റെ ക്യാരക്ടറും അശോക് പുള്ളിയുടെ ക്യാരക്ടേഴ്സും ഭയങ്കര ഡോമിനേറ്റിംഗ്, അല്ലെങ്കിൽ ഒരു സ്ലേവറി അൾട്ടിമേറ്റ് എന്ന് പറയുന്നല്ലോ പുള്ളി. അത് മമ്മൂട്ടിക്ക് ഇതിന് മുമ്പ് ഇതിൻ്റെ ഒരു റിസംബ്ലൻസ് ആയിട്ടൊരു ക്യാരക്ടർ പുള്ളി ചെയ്തിട്ടുണ്ട്. മറ്റേ ഈ പട്ടണത്തിൽ ഭൂതം സിനിമ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. അതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫിക്ഷണൽ ക്യാരക്ടറിനെ അറ്റ്മോസ്റ്റ് ലെവലിലോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിൽ മമ്മൂട്ടി കൊണ്ടുപോയിട്ടുണ്ട്. മുമ്പ് ഈ ക്യാരക്ടർ മുമ്പ് ഇതേപോലെ പോളിഷ്ഡ് ആയിട്ടുള്ള വേർഷനിൽ പുള്ളി ചെയ്തിട്ടില്ല. ഇത് പക്ഷേ നിങ്ങൾ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ കാണുന്ന ആ ഒരു ഫീൽ നമുക്ക് സത്യം പറഞ്ഞാൽ ഒരു ടൊണാരിറ്റി റേഞ്ചിൽ എടുത്താലും നമുക്ക് ഇത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. നല്ലൊരു ഫാന്റസി ത്രില്ലർ എന്ന് പറഞ്ഞാൽ നല്ലൊരു മൂവിയാണ്. നമ്മൾ അറ്റ്മോസ്റ്റ് പീക്ക് ലെവലിലോട്ട് മമ്മൂട്ടിയുടെ എക്സ്പീരിയൻസ് പോയിട്ടുണ്ട്, പക്കയായിട്ട് മമ്മൂട്ടി ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ രണ്ടാമത്തെ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ജസ്റ്റിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം മോഡേൺ സിറ്റുവേഷനിൽ ഒരു ക്യാരക്ടർ, അതായത് ഇതിപ്പം 17ാം നൂറ്റാണ്ടിലെ സിനിമ പറയുന്നതാണ്. പക്ഷേ അത് ഇപ്പോഴും ഈ അറ്റ്മോസ്റ്റ് 21st സെഞ്ച്വറിയിൽ അതൊരു കണക്ട് ചെയ്യാൻ പറ്റുന്ന ആ ഒരു റിസംബ്ലൻസ് കൊണ്ടുവരാൻ പറ്റിയത് ഭയങ്കരമായിട്ടുള്ള ഒരു ബ്ലെസ്സിംഗ് എന്നേ പറയുള്ളൂ ഈ സിനിമയ്ക്ക്. ഒന്നും പറയില്ല, അറിയാലോ മമ്മൂട്ടിയാണ്, അതേ ഉള്ളൂ. ഈ മൂവി എന്ന് പറയുമ്പോഴത്തേക്കും അറ്റ് ദ പീക്കാണ് സത്യം പറഞ്ഞാൽ. പടം സത്യം പറഞ്ഞാൽ മസ്റ്റ് വാച്ചാണ്, തിയേറ്ററിക്കൽ വാച്ചാണ്, അത്രേ ഉള്ളൂ. കാലമേ പിറക്കുമോ ഇതുപോലെ അവതാരം, അതേ ഉള്ളൂ. വളരെ നമുക്ക് പെട്ടുകൊണ്ടൊരു അവസ്ഥയാണ്, ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആണ്. മമ്മൂട്ടി വളരെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല മൂവി, നല്ല പടം, പെർഫോമൻസ് എല്ലാവരുടെയും കൊള്ളായിരുന്നു, നല്ല സ്റ്റോറി കൊള്ളായിരുന്നു, നമുക്ക് സീനായിട്ടുണ്ട്. ആണെന്ന് പറഞ്ഞ് നമുക്ക് അങ്ങനെയൊന്നും തോന്നൂല. കളർ സിനിമയെക്കാട്ടിയും നല്ല ക്വാളിറ്റിയിൽ നല്ല വിഷ്വലാണ്, അടിപൊളി സിനിമ, നല്ല സിനിമ, നല്ല പടമാണ് ചെയ്തു വെച്ചിട്ടുണ്ട്. ഡയറക്ടറെ കൊള്ളാം, എല്ലാവരും നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഇത്രയും നേരം ലാഗില്ലാണ്ട് കാണാമെന്ന് പറഞ്ഞാൽ വലിയ കാര്യം തന്നെയാണ്. നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. മ്യൂസിക് ആയാലും ഡയറക്ഷൻ ആയാലും എല്ലാം കൊള്ളാം. പിന്നെ നമുക്ക് അറിയാമല്ലോ, പ്രായമില്ലാത്ത മനുഷ്യൻ. പിന്നെ ഇതിൽ അർജുൻ അശോകൻ തകർത്തിട്ടുണ്ട്, സിദ്ധാർത്ഥ് ഭരതൻ തകർത്തിട്ടുണ്ട്. ആകെ 3 ക്യാരക്ടേഴ്സേ ഉള്ളൂ മെയിനായിട്ട്. ബാക്കി മേക്കിംഗ് അപാര മേക്കിംഗ്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണെന്ന് വിചാരിച്ച് കണ്ടപ്പോഴത്തേക്ക് ഒരു ചെറിയൊരു ഇതുണ്ടായിരുന്നു. പക്ഷേ കുഴപ്പമില്ല, ഇത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് തന്നെയാണ് എടുക്കേണ്ടതെന്ന് തോന്നി. കൊള്ളാൻ പടം.